ഫ്രണ്ട്സ് ഇസ്മി പ്രസാദ് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ. കുറച്ച് നേരത്തെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. സമയം കിട്ടാത്തത് മൂലം ആ വീഡിയോ എടുക്കാനും കഴിഞ്ഞില്ല. ഞാനിന്ന് ഒട്ടും സമയം കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നു, ഒത്തിരി തിരക്കായിരുന്നു. അപ്പോൾ ഇപ്പോഴെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ദിവസം ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ എന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം വരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. വേറൊന്നും തന്നെയല്ല, നിസ്സാരമായിട്ട് നമ്മൾ ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു കുഞ്ഞു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മളെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും അല്ലേ എല്ലാവരും പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. പഴയതിൽ നിന്നും ഇന്ന് പുതുതലമുറ അല്ലേ എല്ലാവരും വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം വിദ്യാഭ്യാസം ഇല്ലാണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, നല്ല ജോലിയൊന്നും കിട്ടില്ല. തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. അത്യാവശ്യത്തിന് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു നല്ലൊരു പൊസിഷനിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ പഠിക്കാൻ പോകുന്ന സമയത്ത്, ഈ കോളേജിലും സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്ത് ചില കുട്ടികൾ പ്രേമത്തിൽ പെടും അല്ലെ. ചില കുട്ടികളല്ല, ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക കുട്ടികളും പ്രണയത്തിൽ പെടാറുണ്ട് അല്ലേ. പ്രണയം എന്ന് പറയുമ്പോൾ അതൊരു തെറ്റൊന്നല്ല. അത് എല്ലാ ആളുകളിലും എന്താ പറയുക, ഈ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി അല്ലേ ഉണ്ടാകുന്നൊരു പ്രണയം അല്ലേ. അതിന് നമുക്ക് വാക്കുകൾ കൊണ്ട് ചിത്രീകരിക്കാനൊന്നും കഴിയില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് അല്ലേ. എന്നാൽ പ്രണയിച്ചോളൂ, പ്രണയിക്കേണ്ടതൊന്നും പറയുന്നില്ല അല്ലേ. ആരും നമ്മളോട് പ്രണയിക്കേണ്ടതൊന്നും പറയുന്നില്ല. പക്ഷേ ഈ പ്രണയത്തിൻ്റെ ഇടയിൽ പരസ്പരം പാർക്കിൽ പോകുക അല്ലെ മറ്റുള്ള ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ, അതായത് ശാരീരികമായി ബന്ധപ്പെടുക എന്നുള്ളൊരു സംഭവം കൂടെ കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഈ കോളേജിൽ നിന്നൊക്കെ പ്രണയിച്ച് അതുപോലെ എല്ലാവരും പറയുന്നില്ല, പക്ഷേ കുറച്ച് മൈനോറിറ്റി, കുറച്ച് ചെറിയ പെർസെൻറ്റേജ് ആളുകൾ എന്ത് ചെയ്യുന്നു, ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരു സംഭവങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അത് വളരെയധികം എന്താ പറയുക, ഇറിറ്റേറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം എന്താ അറിയോ, ഈ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത് നമുക്ക് ശാരീരികമായി ബന്ധപ്പെടാനുള്ള ഒരു എന്താ പറയുക, ഒരു പ്ലാറ്റ്ഫോം അല്ല നമ്മുടെ രക്ഷിതാക്കൾ തന്നിട്ടുള്ളത്. നമുക്ക് നന്നായി പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ജോലി നമുക്ക് നേടിയെടുക്കുവാനും, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താ പറയുക, ആഗ്രഹിച്ച ഡ്രീം എന്താണോ ആ ഡ്രീം നമുക്ക് നേടിയെടുക്കുവാനൊക്കെയാണ് നമ്മൾ കോളേജിൽ സ്കൂളൊക്കെ പോകുന്നതല്ലേ. പക്ഷേ ഈ കോളേജിൽ സ്കൂളൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു ബോയിനെ ഇഷ്ടപ്പെടും, ഒരു ഗേളിനെ ഇഷ്ടപ്പെടും. എന്നിട്ട് നമ്മൾ വളരെ അടുപ്പത്തിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ശാരീരികമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം എന്ത് ചെയ്യുന്നു. ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, നൈസായിട്ട് എന്താ പറയുക, അവർ ഒതുക്കി തീർക്കുന്നു. പല കുട്ടികളും എന്ത് ചെയ്യുന്നു, ശാരീരികമായിട്ട് ബന്ധപ്പെട്ട് അവർ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരുപാട് ന്യൂസുകളൊക്കെ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം ഏതൊരു പാർക്കിൽ ചെന്ന് കഴിഞ്ഞാലും, ഏതൊരു പാർക്കിലും അവിടെ രാവിലെ മുതൽ ഉച്ച വരെ നോക്കിയാൽ മതി, രാവിലെ മുതൽ ഒരു ഉച്ച വരെ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടായിരിക്കും. ഇവർ കോളേജിലേക്ക് അല്ലെങ്കിൽ സ്കൂളുകളിലേക്കൊക്കെ പോയ കുട്ടികളായിരിക്കാം അല്ലേ. എന്തെങ്കിലും കോഴ്സൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. പക്ഷേ ഈ കോളേജിലും സ്കൂളിലും കയറാതെ അവർ പാർക്കിലേക്ക് വന്ന് അവരിങ്ങനെ എന്ത് ചെയ്യുന്നു, പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഈ ബോയും ഗേളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വളരെ എന്താ പറയുക, ഇതൊക്കെ വളരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം കിട്ടുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എപ്പോഴാണെന്നറിയോ, സന്തോഷം എന്നുള്ളത് നമ്മൾ പഠിച്ച് നമ്മൾ ജോലി മേടിച്ച് അതിൻ്റെ ശേഷം നമ്മൾ ജീവിക്കുമ്പോഴുള്ള ആ ജീവിതം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. മറ്റേതൊക്കെ എന്താണെന്നറിയോ, മറ്റ് താൽക്കാലിക രസം, താൽക്കാലിക സുഖം, താൽക്കാലിക സന്തോഷം എല്ലാം താൽക്കാലികമാണ്. ആരും താൽക്കാലിക സന്തോഷത്തിനും താൽക്കാലിക സുഖത്തിനും വേണ്ടി, താൽക്കാലിക നേട്ടത്തിനും വേണ്ടി ഒന്നും പ്രവർത്തിക്കരുത്. നമുക്ക് പെർമനൻ്റ് ആയിട്ട്, ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഇഷ്ടപ്പെട്ടു, ഇവർ കോളേജിൽ നിന്ന് വളരെയധികം പ്രണയിച്ചു, ഇവർ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നു, നേരെ ആ ഒരു ബന്ധം വിച്ഛേദിക്കുകയാണ്. ആ ബന്ധം അവരെന്ത് ചെയ്യുന്നു, തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറയില്ലേ, തേപ്പ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഇന്നത്തെ കാലത്ത്. അപ്പോൾ തേച്ചു എന്ന് വിചാരിക്കുക. ഈ തേച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ കുട്ടി എന്ത് ചെയ്യുന്നു, മറ്റൊരാളെ വിവാഹം കഴിക്കണം. മറ്റൊരാളെ വിവാഹം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും മുന്നേ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് വലിയൊരു തെറ്റല്ലേ അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത് ശരിയാണ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ശരിയുള്ളവർക്ക് അത് ശരിയായിരിക്കും, പക്ഷേ അത് തെറ്റുള്ളവർക്ക് തെറ്റുമായിരിക്കും കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്ന് വെച്ചാൽ, ജീവിതത്തിൽ നിങ്ങൾ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കുക. നല്ല ഡ്രീം എന്താ വെച്ചാൽ, ആ ഡ്രീമിന് വേണ്ടി നിങ്ങൾ പടപൊരുതുക. ആ ഡ്രീമിന് വേണ്ടി നിങ്ങൾ എന്താ പറയുക, രാത്രിയില്ല പകലുള്ള ഏത് സമയത്തും അതിനു വേണ്ടി നിങ്ങൾ എഫേർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഡ്രീം എന്താണോ അത് നിങ്ങൾ എന്താ പറയുക നേടിയെടുക്കുക.
നിങ്ങൾ പ്രണയിക്കുകയാണ്. പ്രണയം സ്വാഭാവികമാണ്. ഈ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ശാരീരികമായി ബന്ധപ്പെടാൻ ഏതെങ്കിലും ഒരു ഇടത്തിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ കൂടെ പോകരുത്. നിങ്ങൾ അതിൽ നിന്ന് ആ ബന്ധം അപ്പം തന്നെ ഒഴിവാക്കണം. കാരണം എന്താണെന്നറിയോ? അങ്ങനെ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ബന്ധത്തെ എന്താ പറയുക, ജീവിതകാലം മൊത്തം നിലനിർത്താൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. ടെമ്പററി മാത്രം കിട്ടുന്ന സുഖം പെർമനൻ്റ് ആയിട്ട് കിട്ടുന്നൊരു സുഖമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്ലാനിങ്ങോട് കൂടി, ചിട്ടയോട് കൂടി, അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളെന്താണോ നമ്മുടെ ഡ്രീം, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മുടെ ഡ്രീമിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. വെറുതെ കോളേജിൽ നിന്ന് പഠിക്കാൻ വിട്ട്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പഠിക്കാൻ വിട്ട് നമ്മൾ അവിടെ ഇവിടെയും ചെന്നിരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ ക്ലാസ് നമുക്ക് മിസ്സായി പോയി അല്ലേ? പിന്നെ നമ്മൾ എത്ര ദിവസമാണ് നിങ്ങൾ പോകുന്നത്? ഓരോ കുട്ടികൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അതിൻ്റെ പിറ്റേ ദിവസം ക്ലാസ് നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ തന്നെ നിങ്ങൾ മറന്നു പോവുകയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള സുഖം അല്ലേ, പെർമനൻ്റ് ആയിട്ടുള്ള നേട്ടത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രവർത്തിക്കുക. ടെമ്പററി ആയിട്ട് കിട്ടുന്ന ഒരു ടെമ്പററി ആയിട്ട് കിട്ടുന്ന ഒരു സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രയത്നിക്കരുത്, അതിനു വേണ്ടി ഫോക്കസ് ചെയ്യരുത്, അതിനു വേണ്ടി ശ്രമിക്കരുത്, അതിനു വേണ്ടി നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം എന്താ അറിയോ, ജീവിതം എന്ന് പറയുന്നത് നമുക്കെന്ത് ചെയ്യുന്നു, നമുക്കെന്ത് ചെയ്യുന്നു, ഒരു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ ശേഷം അല്ലെ വിവാഹത്തിൻ്റെ മുന്നേ അദ്ദേഹത്തിൻ്റെ കുടുംബം അല്ലേ, ഒരു വിവാഹം കഴിച്ചാൽ അദ്ദേഹത്തിന് അവർക്ക് മക്കളുണ്ടാകുന്നു. ആ മക്കളെ എന്താ പറയുക, വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ പരിപാലിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നു അല്ലേ? അല്ലെങ്കിൽ അതിന് മുന്നേ ഇവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നു, അത്യാവശ്യം ക്യാഷ് ഉണ്ടാക്കുന്നു, വീട് വെക്കുന്നു, സ്ഥലം മേടിക്കുന്നു, അവരുടെ ആഗ്രഹങ്ങൾ നേടുന്നു, ഒരുപാട് യാത്രകൾ ചെയ്യുന്നു അല്ലേ? ഓരോ ആളുകൾക്കും ഓരോരോ ലൈഫാണ് അല്ലേ? അപ്പോൾ എന്നിരുന്നാലും കോളേജുകളും സ്കൂളിലേക്കും പഠിക്കാൻ വിടുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഇത് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, ഇത് കേട്ടിട്ട് എൻ്റെ വാക്കുകൾക്ക് അനുസരിച്ച് വരണം, അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് അനുകൂലമായിട്ട് നിന്നോളൊന്നുമില്ല. എൻ്റെ വാക്കുകൾക്ക് ഏറ്റവും കൂടുതൽ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ. ഞാനിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ വളച്ചെടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, പാർക്കിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, മറ്റുള്ള ഇടങ്ങളിൽ എന്ത് ചെയ്യുന്നു, കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, അവളെ ദുരുപയോഗം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം എനിക്കറിയാം അല്ലേ, എന്ന ഉത്തമ ബോധം എനിക്കുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ എങ്ങനെ ചെയ്തിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നതിന് ഒരു കഥ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്താ വെച്ചാൽ, ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം അടിച്ചു പൊളിക്കുക. എങ്ങനെ അടിച്ചു പൊളിക്കുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. എന്നെങ്ങനെ അറിയോ, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, എഫേർട്ട് ചെയ്യുക, ജീവിതത്തിൽ ചിട്ടയോടുകൂടി പോവുക. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഭയക്കുന്നത്, ഒരു തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പേടിക്കുന്നത്. തെറ്റുകൾ ചെയ്യും തോറും നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. നമുക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ആ സന്തോഷം ഒരു സന്തോഷം നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സന്തോഷത്തെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും തെറ്റുകളിലേക്ക് പോകും, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്നതിന് തന്നെ ഒരു തെറ്റ് നമ്മൾ അബദ്ധത്താൽ ചെയ്തു പോയി എന്ന് വിചാരിച്ചാൽ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനും, അതുപോലൊരു തെറ്റ് നമ്മൾ മറ്റൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ അവർ പിന്മാറാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും നമുക്കതിന് വേണ്ടി അവർക്ക് നന്നായി നമ്മളെ ഉപദേശം എന്നല്ല, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ വേണ്ടത് പിന്നെ കുറച്ചൊക്കെ മരങ്ങളൊക്കെ വെക്കുക, കുറച്ച് ചെടികളൊക്കെ വെക്കുക അല്ലേ, വീട്ടിൽ ചെറിയൊരു പൂന്തോട്ടം അല്ലെങ്കിൽ മരങ്ങളൊക്കെ കൃഷി ചെയ്യുക, കുറച്ച് നട്ട് നനച്ച് അങ്ങനെ നമ്മൾ ക്രിയേറ്റീവ് ചിന്തകളിലേക്കൊക്കെ പോവുക. എപ്പോഴും പ്രണയം നമുക്ക് എന്ത് ചെയ്യുന്നു, മൃഗങ്ങളോടാകാം അല്ലേ, നമുക്ക് പക്ഷികളോടാകാം, അല്ലെങ്കിൽ മരങ്ങളോട് അല്ലെങ്കിൽ കാടുകളോട് അല്ലേ, പ്രകൃതിയോടൊക്കെ ആയിരിക്കാം അല്ലേ. ഇതിപ്പോൾ ഏകാന്തത അനുഭവിക്കുന്ന ചില ആളുകളുണ്ട്. പലപ്പോഴും ആളുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ വളരെയധികം ഏകാന്തതയാണ്, എനിക്ക് സുഹൃത്തുക്കളുണ്ടായിരുന്നു, എനിക്ക് ലവറുണ്ട്, എൻ്റെ ലവർ എന്നെ തേച്ചൊട്ടിച്ചു, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്നെ തേച്ചൊട്ടിച്ചു, ഞാൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഞാൻ പരിഗണിച്ച ആളായിരുന്നു, എനിക്കുള്ളത് തുറന്ന് സംസാരിക്കാൻ ഒരാളില്ല. അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കിട്ടുക. എന്നിട്ട് ചിലപ്പോൾ ഈ സുഹൃത്തിനോട് നമ്മൾ എല്ലാം തുറന്നു പറയുമ്പോൾ എന്താ സംഭവിക്കുക, ആ സുഹൃത്തിന് യാതൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. നമ്മുടെ വാക്കുകൾ കേൾക്കാനോ നമ്മുടെ വാക്കുകൾക്ക് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ നമുക്ക് മെച്ചപ്പെടുത്തി തരാനുള്ള ക്വാളിറ്റി ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു, നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെയാണോ, എന്നിട്ട് മാക്സിമം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് നടിച്ച് നിങ്ങളെന്ത് ചെയ്യുന്നു, ദുരുപയോഗം ചെയ്യും. ആ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് വലിയൊരു റിക്കവറിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഓരോ ആളുകളും
അവർക്ക് വേണ്ടത് എന്താണോ വെച്ചാൽ അതിനനുസരിച്ച് അവർ നിങ്ങളോട് പെരുമാറുകയുള്ളൂ. നിങ്ങൾക്കനുസരിച്ച് ആരും മറ്റുള്ള ആളുകളൊന്നും നിങ്ങളോട് പെരുമാറില്ല. മനസ്സിലായോ? മനസ്സ് എന്നത് എല്ലാവർക്കും ഡിഫറൻ്റ് ആണ്. എല്ലാ മനുഷ്യനും ഒരു മനസ്സല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനസ്സിന് അല്ലേ, എൻ്റെ മനസ്സിനോട് മറ്റൊരാൾ എൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടുന്നത്. പക്ഷേ ഒരാൾ എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുക. പക്ഷേ തെറ്റുകൾ ചെയ്യാതെ ശരികൾ മാത്രം ചെയ്യുക. ജീവിതത്തിൽ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക. ആ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുക. ആ ലക്ഷ്യം നിങ്ങൾ നേടിയെടുത്ത് ജീവിതത്തിൽ നിങ്ങൾ ആനന്ദത്തോടു കൂടി ജീവിക്കുക. നിങ്ങളുടെ പേരൻസിനെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ആരെയും പേരുദോഷം ഉണ്ടാക്കാതെ നിങ്ങൾ സ്വയം ജീവിച്ച് കാണിക്കുക. നല്ല ജോലി, നല്ല ഉത്തരവാദിത്തം, നല്ല കുടുംബം, ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം കേട്ടോ. തന്നെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ലഹരി പദാർത്ഥങ്ങളുടെ എന്താ പറയുക ഒഴുക്ക് അല്ലേ, ലഹരി പദാർത്ഥങ്ങൾ നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് അല്ലേ. ഒട്ടുമിക്ക ആളുകളും ഒട്ടുമിക്ക യുവാക്കൾ അല്ലേ ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആരാണ് ലഹരി ഉപയോഗിക്കുന്നത്, ആരാണ് യഥാർത്ഥത്തിൽ ലഹരി ഉപയോഗിക്കാത്തത് എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, പണ്ടത്തെ കാലത്ത് കുറച്ച് ഏതാനും വർഷങ്ങൾക്ക് മുൻപേ ആളുകൾ മദ്യം കഴിച്ചിരുന്നു. ഒരാൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം മദ്യം കഴിച്ചു എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നു അല്ലേ, നമുക്കത് തിരിച്ചറിയാൻ പറ്റിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ മദ്യത്തിനേക്കാട്ടിലും കുയിരും കൂടിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടും ആരാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്, ആരാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാത്തത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ കൂട്ടുകാരന്മാരോ നമ്മുടെ കൂട്ടുകാരികളോ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അടിമയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെന്ത് ചെയ്യുന്നു, അവരിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി നിങ്ങളെന്ത് ചെയ്യുന്നു, മാക്സിമം അവരെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുകയും അവർ വീണ്ടും ഇത് ഉപയോഗം കൂടുകയാണെങ്കിൽ നിങ്ങളെയും കൂടിയും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പ്രചോദിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബന്ധം അപ്പോൾ തന്നെ വിച്ഛേദിക്കണം. ആ ബന്ധത്തിൻ്റെ കൂടെ നിങ്ങൾ പിന്നീട് നിങ്ങൾ മുന്നോട്ട് പോകരുത്. കാരണം എന്താ അറിയോ, ആ ബന്ധം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു നേട്ടവും ഉണ്ടായിരിക്കില്ല. ദോഷമല്ലാതെ ഒരു നേട്ടവും സംഭവിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ അല്ലേ, ഈ സുഹൃത്തുക്കൾ മുഖേനയാണ് എന്താ പറയുക ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. MDMA അതുപോലെ എന്ത് ചെയ്യുന്നു, പല രീതിയിലുള്ള എന്താ പറയുക ലഹരി പദാർത്ഥങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കൾ ഉപയോഗിക്കുന്നതല്ലേ. എല്ലാവരല്ല, ഉപയോഗിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട് അല്ലേ സമൂഹത്തിൽ. ഓരോ ദിവസം ദിനം പ്രതി നമ്മളെ കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ ഡിഫറെൻറ്റ് ന്യൂസുകളാണ് നമുക്ക് കേൾക്കുന്നത്. ഓരോ പേടിപ്പെടുത്തുന്ന ഓരോരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഭയാനകരമായിട്ടുള്ള കാര്യമാണല്ലേ. ഓരോ കുടുംബത്തിലൊരു രക്ഷിതാവ് ഒരു കുഞ്ഞിനെ വളർത്തുന്ന എന്താണ്, ആ രക്ഷിതാവ് വയ്യാതായിരിക്കുന്ന സമയത്ത് ആ രക്ഷിതാവിനെ വേണ്ട വിധത്തിൽ നോക്കാനും ആ രക്ഷിതാവിനെ പരിപാലിക്കാനും വേണ്ടിയാണ് രക്ഷിതാവ് അത്രയ്ക്ക് ഒരു കുട്ടിയെ എന്താ പറയുക കുട്ടികളെ വളർത്തുന്നത്. പക്ഷേ ഈ കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ ലഹരി പദാർത്ഥത്തിൻ്റെ അടിമകളൊക്കെ ആയി കഴിഞ്ഞാൽ ഈ രക്ഷിതാക്കൾക്ക് എന്താണ് ഈ കുട്ടികളെ കൊണ്ടുള്ള ഒരു പ്രതീക്ഷ, അവരെല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലേ. ഇത്രയേ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിക്കുന്നു അല്ലേ. ഒരുപാട് സ്വപ്നങ്ങൾ കുഞ്ഞുനാൾ മുതൽ എന്ത് ചെയ്യുന്നു, സ്വപ്നങ്ങൾ കണ്ടിരുന്ന രക്ഷിതാക്കളുടെ എല്ലാ സ്വപ്നങ്ങളും എന്ത് ചെയ്യുന്നു, വീണുടങ്ങി പോവുകയാണ് അല്ലേ. വീണുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ല, ഒക്കെ പോയി അല്ലേ. പിന്നെ ആ രക്ഷിതാക്കൾക്ക് കണ്ണീര് മാത്രമാണ് നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒന്നിക്കലും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനൊരു കപ്പാസിറ്റി നിങ്ങൾക്കില്ല, അതിൽ നിന്ന് അവർ പിന്മാറാൻ അവർ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് പിന്മാറുക. പിന്നെ അവരെ കൂടെ നടക്കാനോ അവരെ വിളിക്കാനോ അവരുടെ കോൺടാക്ട്സ് ഡിലീറ്റ് ചെയ്യുക, നമ്പർ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ പറയുക നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല, അതോടെ കൂടി നിന്നു എന്നുള്ളത് നിങ്ങൾ എടുത്തു മുറിച്ചങ്ങോട്ട് പറയാം. കാരണം എന്താ അറിയോ, നിങ്ങളും വഴി തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല അല്ലേ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ അല്ലേ ജീവിതത്തിൽ നമ്മുടെ അല്ലേ അല്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത അസുഖങ്ങൾ മൊത്തം ഓരോ മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രമേഹം ഇത് എന്നൊക്കെ ഡയബറ്റിക് പേഴ്സൺസ് ഓരോ ആളുകളും എന്താ പറയുക പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോരോ ഡിഫറെൻറ്റ് പ്രശ്നങ്ങളൊക്കെ ഓരോരോ പുതിയ രോഗങ്ങളാണ്, ഓരോ എന്താ പറയുക നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങളൊക്കെയാണ് ഓരോ ആളുകളുടെ ശരീരത്തിൽ വന്നു ചേരുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ലഹരി
ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തി നിറച്ച് അസുഖങ്ങൾ കൂട്ടി 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 നമ്മുടെ ജീവിതം എന്തിനും വെറുതെ നഷ്ടപ്പെടുത്തുന്നല്ലേ. ഈ ജീവിതം എന്നുള്ളത് ആനന്ദിക്കാനും സന്തോഷിക്കാനും ഒക്കെയാണ്. ചില ആളുകൾ പറയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ചില ആളുകൾ ഇതൊക്കെ നമുക്കുള്ളതാണ്, ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ പറയും. ഈ മനുഷ്യന്മാർക്ക് ഉണ്ടാക്കിയാണെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ലഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റാനും മനുഷ്യൻ്റെ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനും മനുഷ്യൻ്റെ ഏകാന്ത ചിന്തയെ അല്ലേ, മനുഷ്യൻ്റെ ഡയറക്ഷനെ എന്തൊരു ഇൻഡയറക്ഷനായിട്ട് കൊണ്ടുപോകാനുള്ളതാണ് എന്താ പറയുക ലഹരി എന്നുള്ളത് അല്ലേ. മനസ്സിൻ്റെ ഏകാന്തതയെ കീറി മുറിക്കാനും മനസ്സിൻ്റെ എന്താ പറയുക ഏകാന്തതയെ ഇല്ലായ്മ ചെയ്യാനും ലക്ഷ്യത്തെ കീറി മുറിക്കാനും ലക്ഷ്യത്തെ ഇല്ലായ്മ ചെയ്യാനും കൊന്നൊടുക്കാനും വേണ്ടിയാണ് ലഹരി ഉപയോഗിക്കുന്നത്. അല്ല എന്തിനു വേണ്ടിയാണ് ലഹരി ഉപയോഗിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് പിന്മാറുക. ഇന്ന് തന്നെ നിങ്ങൾ പിന്മാറുക. കാരണം എന്താ അറിയോ, അത്തരം ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദോഷം നൽകുക തന്നെ ചെയ്യുകയുള്ളൂ, ഒരു നേട്ടവും നൽകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകൂ. ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും നേട്ടങ്ങളും ഉല്ലാസവും അതുപോലെ തന്നെ സന്തോഷവും നല്ല കുടുംബജീവിതവും എല്ലാം നിങ്ങൾ നയിച്ചു കൊണ്ടുപോകൂ. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.